പണമുടക്കി വലിയ റിസോർട്ടുകളിലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ എന്തിനു പോകണം? ഇവിടെ അതാ ഫ്രീ ആയിട്ട് ഇത്രയും വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകുമ്പോൾ ഇവിടെ അതാ മക്കൾ തകർത്താടുകയാണ്. അയ്യോ പൊള്ളിച്ചു വെച്ചാണ്. എന്തായിരുന്നു ജഗതിച്ചേട്ടൻ ജഗതിച്ചേട്ടനെ കണ്ടിട്ട് ചിരി വരുന്നില്ലേ? ഇവിടെ ഒരാളുണ്ടല്ലോ. ഇതാരാ? ചുണ്ടിൽ പൊളിച്ച് നല്ല ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. ഉപ്പിലിട്ടത് പിന്നെ മാങ്ങയുണ്ട്, പേരക്കയുണ്ട്, അതുപോലെ ക്യാരറ്റുണ്ട്, എലന്തപ്പഴമുണ്ട്, പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്. നൈസ്. കോഴിക്കോട്ടെ ബീച്ചിലേക്ക് വന്നാൽ പകലും രാത്രിയുമായി ആഘോഷിക്കാൻ പറ്റിയ 2 സ്ഥലങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഇത്തരം റൈഡുകൾ കാരണം അവർ 100 രൂപയാണ് ഈടാക്കുന്നത്. ഇത് നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ചിനോട് ചേർന്നാണ് ഈ പ്രദർശനശാല ഉള്ളത്. ഇവിടെ തീർത്തും സൗജന്യമാണ് പ്രവേശനം. മാത്രമല്ല ഫുഡും ഐസ്ക്രീമും അതുപോലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. നല്ലൊരു വൈബാണ് ഇവിടെ, നല്ല രസമാണ്. ഇങ്ങനെ നേരം വെക്കുന്നൊരു ആൾക്കാർ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. ഇവിടെ പോലീസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരും ഇല്ല. അതിനാൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇവിടെ നേരം വെളുക്കും വരെ ഇങ്ങനെ സമയം കളയാം. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ, പാട്ടുകൾ, അതുപോലെ ചെറിയ ചെറിയ ഗെയിമുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. കോഴിക്കോട് ബീച്ച് ഉത്സവ ലഹരിയിലാണ്. അതെ, സ്കൂൾ അടുത്ത പാടെ കുട്ടികൾ ഇവിടെ തകർത്താടുകയാണ്. ഇപ്പോൾ വേലിയിറക്കമുള്ള സമയമായതുകൊണ്ട് കടൽ ഉൾവലിഞ്ഞത് കൊണ്ട് ഇവിടെ കുളിക്കാൻ നല്ല രസവും നല്ല സൗകര്യവുമായി വന്നിരിക്കുകയാണ്. ഇതൊരു കനകാവസരമാണ് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കടലിൽ കുളിക്കുക എന്നുള്ള ആഗ്രഹം ഇവിടെ പൂവണിയുകയാണ്. കുട്ടികളൊക്കെ അപ്പുറം വരെ പോയിരിക്കുന്നതാണോ? ശരിക്കും കടൽ തിരമാല ഇവിടെ വരെ വരും. പക്ഷെ ഈ സമയത്ത് കടൽ തിരമാല അവിടെ വരെ ഉള്ളൂ, ശക്തമായ തിരമാല. അതിനാൽ തന്നെ വെള്ളത്തിൽ സുഖമായിട്ട് ഇറങ്ങി കുട്ടികൾക്ക് കളിക്കാം. പല തരത്തിലുള്ള കളികളാണ് ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലത് മണ്ണിൽ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു. ചിലതെല്ലാം വെള്ളത്തിൽ കിടന്നിട്ട് ഒയച്ച് കളിക്കുന്നു. കുട്ടികൾക്ക് ഇതൊരു ആഘോഷ ദിനം തന്നെയാണ്. എത്രങ്ങാനും കുട്ടികളാണ് ഇവിടെ കടലിൽ വന്നിട്ട് ചാടി തിമിർക്കുന്നത്. എന്തൊരു രസമാണിത്. ചെറിയ കുഞ്ഞോളങ്ങളാണ് ഇവിടെ. കടൽ തിരമാല ചെറിയ ചെറിയ കുഞ്ഞോളങ്ങളായിട്ട് കരയിലേക്ക് ഇങ്ങനെ പതുക്കെ തിരയടിച്ചു വരികയാണ്. ഇവിടെ വേറെന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അലക്കലും കുളിക്കലൊക്കെ തോന്നുന്നു. കുട്ടികൾ തകർത്ത് കുളിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ നല്ലൊരു അവസരമാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൈവന്നത്.
ഇങ്ങനെ ഒരു വേലിയിറക്കം ഉണ്ടാവാറില്ല. മാത്രമല്ല അവിടെ കടൽക്ഷോഭം ശക്തമായ തിരമാല ഉള്ളതിനാൽ ലൈഫ് ഗാർഡ് ആരെയും കടലിൽ കുളിക്കാൻ അനുവദിക്കാറുമില്ല. അതിനാൽ തന്നെ ഇപ്പോൾ നല്ലൊരു അവസരമാണ് നമ്മളെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. എത്രങ്ങാനും കുട്ടികളല്ല അവിടെയൊക്കെ കൂട്ടമായിട്ടാണ് ആൾക്കാർ കുട്ടികൾ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത്. എന്തൊരു രസം! ഇവ ചെറിയ ചിറയിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒഴുകി നല്ല കിടുക്കാച്ചി കാലാവസ്ഥ. കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ സമയം 4 മണി ആയിട്ടേ ഉള്ളൂ. ഈ സമയത്താണ് കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയിട്ട് കളിക്കുന്നത്. വേറെന്തോ ഇവിടെ സ്പീഡ് ബോട്ട് സൗകര്യമുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ബോട്ടിൽ കയറാൻ വെറും 300 രൂപയാണ് ഒരാൾക്ക്. അവിടെ വരെ പോകണം. കടയിലൂടെ ഒന്ന് ചുറ്റി അടിച്ച് കറങ്ങി വരുന്നതിനാണ് 300 രൂപ. ഇവിടെ മുന്നിൽ പോകാൻ ആൾക്കാർ തയ്യാറായി നിൽക്കുകയാണ്. ഇനി നമുക്ക് കോഴിക്കോട് സൗത്ത് ബീച്ചിലെ കാഴ്ചകൾ കാണാം. ഇവിടെ രാത്രിയാലിട്ടോ ഏറെ രസകരം. കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയിട്ടോ. പിന്നെ എന്നെ കൂട്ടാക്കാനും മറക്കരുത്.